പഴശ്ശി ഡാമിൽ എത്തിച്ചേർന്നു. ആദ്യം ഞാൻ വിചാരിച്ചു ഒരു ഡാം കാണാനാണ് പോകുന്നത്. പിന്നെയാണ് അവിടെ എന്തൊക്കെയോ തൂക്ക് പലകെ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെ നിന്ന് ഞാൻ വിചാരിച്ചല്ല, എല്ലാവരും വിചാരിച്ചു ഇറങ്ങാൻ. എല്ലാവരും ഉണ്ട്. സോ ഇതാണ് ഞാൻ കാണിച്ചത്. കണ്ടോ, ഇതാണ് ഇവിടെ കയറുവാണ് വേണ്ടത്. ഡാം അവിടെ നമ്മൾ ഡാമൊക്കെ കറങ്ങി അങ്ങെത്തി. ഡാം കാണുന്നുണ്ടോ? ഡാം കറങ്ങി അങ്ങെത്തി. എന്നിട്ടാണ് പാപ്പൻ പറഞ്ഞത് ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ കയറിയതാണ്. ഇങ്ങോട്ട് വീണ്ടും വന്നു, കയറി അങ്ങനെ നിർത്തി. സോ എന്തൊക്കെയോ കാണുന്നുണ്ട്. അപ്പം അവിടെ എന്താ ഉണ്ട്. സോ ഇത് പഴശ്ശി ഉദ്യാനാണ്. ട്രാവൽസ് ആണ്. ഒരു ഇതാണ് പഴശ്ശി ഉദ്യാനം. ഓക്കെ, ഇവിടെ കൗണ്ടറാണ്. ഇപ്പോൾ കൗണ്ടറൊന്നും കാണുന്നൊന്നും ഇല്ല. സോ പക്ഷേ ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊന്നും ഇല്ല. ടിക്കറ്റൊന്നും പ്രത്യേകിച്ച് വേണ്ട. ആദ്യം ഉണ്ട്, ഇപ്പോൾ കൊറോണയുണ്ട്, ഇല്ലാത്തതാണ്. ഇവിടെ ഇറങ്ങിക്കോ. സോ ഇതാണ് സംഭവം. നമ്മൾ എത്തി. ഇതിനുള്ളിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും ഞാൻ എല്ലാ സ്ഥലവും കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങളും ഇവിടെ വരിക. ഇരട്ടിയാണ്. ഈ ഇരട്ടിക്കുന്ന ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. ഇത് സ്റ്റെപ്പാണ് ഇറങ്ങാം. പിന്നെ അമ്മ കുറേ ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ എടുത്ത് കാണാം. സോ ഞാൻ മാസ്ക് അയച്ചു. എൻ്റെ അപ്പം ഫോട്ടോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എടുത്തു. പിന്നെ സൂപ്പർ. അയ്യോ കുറേ പേര് ഇവിടെ കുറച്ച് കാര്യങ്ങളാണുള്ളത്. അവിടെ നിന്ന് ഒരാൾ ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ ഇത് കണ്ടോ കുറേ ഊരണ്ടിയും കളിക്കണ്ടിയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം നമുക്കതെല്ലാം ഒന്ന് കയറിയിട്ടൊന്ന് കാണാം. സോ നമ്മളങ്ങനെ ഒരു സ്ഥലത്തെത്തി. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. I like it. So beautiful. Like it. Entertainment. This is like an entertainment app. Sorry, app illa. I'm fully excited. So ഞാൻ അങ്ങനെ ഒരു സ്ഥലമാണിത്. അവര് എന്തെങ്കിലും നമുക്കനി ഇവിടെ ഇതെന്താണെന്ന് അറിയില്ല. എന്തെങ്കിലും അവരുടെ പഴയ സാധനം എന്തെങ്കിലും ആയിരിക്കും. കാരണം പഴശ്ശി രാജ യൂസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും മ്യൂസിയം പോലെയാണ് കാണുന്നത്. നമ്മൾ ശരിക്കും ചമ്മിയും പോയി. ഇതാണ് ഇവിടെ. സോ അതുകൊണ്ട് ഇവിടെ കയറണമെന്നില്ല. നമുക്ക് കളിക്കേണ്ട സ്ഥലത്താണ് പോകാൻ പോകുന്നത്. സോ എല്ലാവരും അവിടെയുണ്ട്. ഞാൻ ഭയങ്കര ഹില്ല് പോലെ സ്ഥലമാണിത്. ഹില്ലെന്ന് വെച്ചാൽ അധികം ഹില്ലല്ല, നല്ല തട്ട് പോലെയാണ്. സോ ഭയങ്കര ഹില്ലാണ്. അപ്പോൾ ഞാൻ പോവാണ്. ഇപ്പോൾ അങ്ങെത്തി. എല്ലാവരും അവിടെയാണുള്ളത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വരാം. പിന്നെ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. നല്ലതാണ്, നല്ല രസമുണ്ട്. നമുക്കിനി ഊഞ്ഞാലും എല്ലാം ചെയ്യണം, ആടണം. കുറേ ഇതൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ ഞാൻ കയറുന്ന വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. അവിടെ കളിക്കേണ്ട സാധനങ്ങളെല്ലാം വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെയാണ് ഇവിടെ ഞാൻ വെച്ച് ഇവിടെ പ്രശ്നം കാണുന്നില്ല. ഒരു ഡാം കാണാനില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇത്രയും സാധനം മ്യൂസിയം പോലെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഇവിടെ ഇല്ലല്ലോ. റേറ്റ് ഉണ്ട്. ഇപ്പം അധികം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റേറ്റിന് ആവശ്യം നമുക്കൊരു പൈസയും കൊടുക്കാണ്ട് കയറാൻ പറ്റും. ഇറ്റ്സ് സോ ഗുഡ്. ഇത് കണ്ടോ കയറാം കേട്ടോ. അപ്പം ഞാനതിന് ഒരു സിംഗിൾ ഊഞ്ഞാലിൽ കയറി ആടാന്ന് വിചാരിച്ചു. വരുന്നോ എന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട്. ഞാൻ സ്ലൈഡിലാണ് ഇപ്പോൾ കിച്ചു ആടുന്നത്. ഞാൻ അതിന് തന്നെ ഒന്ന് ഊഞ്ഞാലാടാന്ന് വെച്ചു. പതുക്കെ എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വരുന്നത്രയല്ലേ ഉള്ളൂ. കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. കുറേന്ന് വെച്ചാൽ ഒരു നാവത്തിലെല്ലാം ഉണ്ട്. എന്നെ എല്ലാവരും കൂടി ചിരിപ്പിക്കുന്നപ്പാ. സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എൻജോയ് ചെയ്യുന്നുള്ള. ഓക്കേ, വാവ്.
യാമി കയറുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. എന്നെ അതിനാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നേരെ ഞാൻ കയറാൻ പോക്കാണ്. കിച്ചു ഇവിടെ ഉണ്ട്. അതിപ്പോൾ ഞാൻ കയറി നോക്കട്ടെ. ഇത് ഇങ്ങനെ മണങ്ങിയിട്ടൊക്കെ കയറണം. അവിടെ കവി. സോ ഇതെൻ്റെ അമ്മയാണ്. എല്ലാവർക്കും അറിയാമല്ലോ. അറിയാമെന്ന് അറിയില്ല. അപ്പം ഞാനങ്ങനെ ഊഞ്ഞാലാട് അമ്മ കുറച്ച് സ്പീഡിൽ ആടിയാലാണ്. നല്ല രസമുണ്ട്. ഇവിടെ ഇത് സിംഗിളല്ല, ഇത് രണ്ടാളും ഗ്രൂപ്പായിട്ട് ആടേണ്ട ഒരു ഊഞ്ഞാലാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ട്. നല്ല ഒരു കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭയങ്കര ഡാമിൻ്റെ ഒച്ച നന്നായിട്ടുണ്ട്. സോ ഒക്കെ ചെയ്യാം. എല്ലാവരും പോക്കാം. ഒന്ന് ചൂട് വേണേ. എൻ്റെ മാസ്ക് കണ്ടിരാ. അതാ യാമിൻ്റെ കണ്ടിരാ. യാമിൻ്റെ മാസ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ യാമിൻ്റെ മാസ്കിന് ഇവിടെ വെച്ചിട്ടായിരുന്നു വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാമിൽ വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടമല്ല, വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോകാമല്ലോ. അപ്പോൾ അച്ഛൻ അവിടെയുണ്ട്, അമ്മ എവിടെയുണ്ട്, യാമി അവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ഊഞ്ഞാലും സ്ലൈഡുമാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ. പിന്നെ വേറെ മറ്റേ വേറെ എന്തെങ്കിലും ഉണ്ട്. ഞാൻ കാണിച്ചു തരുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ പ്ലേസ് എന്നുള്ള കാര്യം. ഇതൊരു പഴയ ഒരു ഇതാണ്, ഊഞ്ഞാലാണ്. എല്ലാവരും പഴയ ഊഞ്ഞാൽ കണ്ടില്ല. ഞാൻ ആടിയില്ല. എന്തെങ്കിലും കുറച്ച് ഹൈറ്റ് ഉണ്ടോ എന്നൊക്കെ ഡൗട്ട്. അറിയില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഇവിടെ ഡാം കാണാനാണ്. ഡാം കാണാനില്ല, നിങ്ങൾ നമ്മൾ അടുത്ത് കാണാൻ ജസ്റ്റ് ഫോർ നന്നായിട്ട് ജസ്റ്റ് അടുത്ത് കാണാൻ വേണ്ടി പോകുന്നതാണ്. നമ്മൾ ഒരു കോട്ട പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ 2-3 കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലേസാണിത്. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോ എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വ്ളോഗ് എടുക്കണമല്ലോ എന്നാലും ചിലപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തല്ലോ. അല്ലെങ്കിൽ ഞാൻ കുറേ ഫോട്ടോ എടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ എടുക്കുന്നുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞാണ്. ഞാൻ കുറേ എടുക്കും. അയ്യോ, ഇപ്പം ഡാമിൽ പുക പാറുന്ന പോലെയുണ്ട്. ഞാൻ ശരിക്കും സീൻ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സംഭവം ഇതിലുള്ള കീരിൻ്റെയാണ് പുക പാലിനെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കറക്റ്റായിട്ട് ഇതാണ് ഡാം. ഡാം തുറന്നിട്ടില്ല. ലീക്കായിട്ട് പുറത്ത് തോന്നിയിട്ടാണ് ലീക്കാണിത്. ഇത് മൊത്തം ലീക്കല്ല കേട്ടോ. 2-3 നേരം നോക്കുള്ളൂ. ലീക്കിന് ഞാൻ തോന്നുന്നു. അതേ അതിൻ്റെ ഉള്ളിൽ വെള്ളം തയ്ക്കുന്നുണ്ട്. പൊട്ടിട്ടതാ. അയ്യോ പേടിച്ചോലെ. ലീക്ക് തന്നെയാണിത് കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് 2-3 പ്രതിമയുണ്ട്. അപ്പം ഞാൻ ഇവിടെ 2 പ്രതിമയുണ്ട്. ഇവിടെ ഫുള്ള് കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള സംഭവമാണ്. പിന്നെ അവിടെ വെള്ളം പുറത്തേക്ക് ഇറങ്ങാണ്ട് വേണ്ടി ഭയങ്കരമാണ്. സോ ഇത് ഫുള്ളൊരു കാട് പോലെ ഉണ്ട്. നല്ല രസമുണ്ട് ഇവിടെ. ലൈക്ക് ഇറ്റ്സ് എൻജോയ്. സോ ഗോയിങ്. നമുക്ക് അടുത്ത സ്ഥലത്ത് തന്നെ കളിക്കാനായിട്ട് അവിടെ പോകാം. സോ ഇതെന്ന് വെച്ചാൽ പോക്കാണ് നമ്മൾ. സോ I am leaving to this place. I am leaving. സൂപ്പർ പ്ലേസ് ആണ്. എല്ലാവരും വന്നു. നല്ല പ്ലേസ് ആണ്. പ്രത്യേകിച്ച് അവിടെ കുറച്ച് ക്ലീനേഴ്സ് കാണുന്നു. അപ്പം ഞാനിവിടെ വീഡിയോയിൽ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പോകുമ്പോഴുള്ള കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.